2011 LDC തിരുവനന്തപുരത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിലെ PSCയുടെ ക്വസ്റ്റ്യനിൽ മാത്സ് പ്രോബ്ലംസ് ആണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബോർഡ് മാസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ബോർഡ് മാസ് ബേസ് ചെയ്ത് 48 മൈനസ് 12 ഇൻറ്റു 3 പ്ലസ് 9 അതൊരു ബ്രാക്കറ്റിൽ ഡിവൈഡഡ് ബൈ അടുത്ത ബ്രാക്കറ്റ് എന്ന് പറയുന്നത് 10 മൈനസ് 9 ഡിവൈഡഡ് ബൈ 3 അതൊരു ബ്രാക്കറ്റിൽ. അതിൻ്റെ ആൻസർ ഏതാണെന്ന് നോക്കാം. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 3 ആണ്. അതെങ്ങനെ കിട്ടിയെന്ന് നോക്കാം. അതായത് ഇത് ബോർഡ് മാസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ബോർഡ് മാസ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ബോർഡ് മാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബോർഡ് മാസിൽ ഫസ്റ്റ് ബ്രാക്കറ്റ് ഓഫ്, അതായത് ബ്രാക്കറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ബ്രാക്കറ്റ് ആദ്യം മാറ്റണം. ആ ബ്രാക്കറ്റ് ഇവിടെ നമുക്ക് 2 ബ്രാക്കറ്റ് ആണുള്ളത്. ആദ്യം ഈ ബ്രാക്കറ്റ് നമ്മൾ മാറ്റുക, പിന്നെ രണ്ടാമത് ഈ ബ്രാക്കറ്റ് നമ്മൾ മാറ്റാം. ഇതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എങ്ങനെ ചെയ്യുന്നു നോക്കാം. അത് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ബ്രാക്കറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് അവിടെ ഡിവിഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഡിവിഷൻ ചെയ്യാം. ഡിവിഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതിന് കഴിഞ്ഞ ശേഷം അഡീഷൻ ചെയ്യുക, പിന്നെ സബ്ട്രാക്ഷൻ ചെയ്യുക. അതാണ് ഈ ബോർഡ് മാസിന്റെ രീതി. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് 48 മൈനസ് 12 ഇൻറ്റു 3 പ്ലസ് 9 ഡിവൈഡഡ് ബൈ 10 മൈനസ് 9 ഡിവൈഡഡ് ബൈ 3 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ബ്രാക്കറ്റ് നമ്മൾ മുകളിലും താഴെ ഉണ്ട്. അപ്പോൾ മുകളിലും താഴെ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ബോർഡ് മാസ് അനുസരിച്ച് ഡിവിഷൻ ഇല്ലാത്തത് കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. അപ്പോൾ 12 ഇൻറ്റു 3 എന്നുള്ളത് ചെയ്ത് നമുക്കിവിടെ എന്ത് കിട്ടി? 36 എന്ന് കിട്ടി. ഇനി അടുത്തത് അവിടെ നമുക്ക് അഡീഷനും ഈ മേളിലത്തെ റോയിൽ അഡീഷനും സബ്ട്രാക്ഷനും മാത്രമേ ഉള്ളൂ ഇതിൽ. നമ്മൾ അതുകൊണ്ട് 48 മൈനസ് 36 പ്ലസ് 9 ഡിവൈഡഡ് ബൈ താഴെയുള്ളത് നമ്മുടെ ഡിവിഷൻ ആണ്, താഴെയുള്ളതിൽ ചെയ്യാം. 9/3 എന്ന് പറയുന്നത് 3 ആണ്. നമ്മൾ 3 അവിടെ എഴുതി. അപ്പം 48 മൈനസ് 36 പ്ലസ് 9 ഡിവൈഡഡ് ബൈ 10 മൈനസ് 3 എന്ന് നമുക്ക് കിട്ടും ഇവിടെ. അതിനുശേഷം രണ്ടാമത്തെ ഇവിടെ വരുന്നു. ഇവിടെ നമുക്ക് 48 മൈനസ് 36 എന്ന് പറയുന്നത് 12 പ്ലസ് 9 ഡിവൈഡഡ് ബൈ 10 മൈനസ് 3 7 ആണ്. നമുക്കിവിടെ അത് കിട്ടും. ഇങ്ങനെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 12ൻ്റെ കൂടെ 9 ആഡ് ചെയ്യുമ്പോൾ 21 ഡിവൈഡഡ് ബൈ 7 കിട്ടും ഈക്വൽ ടു 3. അങ്ങനെയാണ് ഇവിടെ ആൻസർ 3 എന്ന് വന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ 64 ഹോൾ സ്ക്വയർ മൈനസ് 36 സ്ക്വയർ ഇസ് ഇക്വൽ ടു 20x ആയാൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്കൊരു ഫോർമുല ഓർത്തിരിക്കേണ്ടതുണ്ട്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 140 ആണ്. അതായത് എങ്ങനെ കണ്ടുപിടിച്ചെന്ന് പറയാം. അതായത് ഇവിടെ ഇതിന് 64 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത് മൈനസ് 36. ഇത് നമ്മുടെ മാത്സിൽ എഴുതുമ്പോൾ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഇങ്ങനെ വരുന്ന ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതാം? a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന ഫോമിലാണ് നമ്മളിതിനെ സോൾവ് ചെയ്യുന്നത്. ഈ a സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന് ഈ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാം. നമുക്കറിയാം a എന്ന് പറയുന്നത് 64 ആയിട്ടെടുക്കുക, ബി എന്ന് പറയുന്നത് 36 ആയിട്ടെടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈക്വൽ ടു 20x എന്നുള്ളതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട് a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അതിൽ നമ്മൾ അതിലേക്ക് കൊടുത്തിട്ട് 64 ഹോൾ സ്ക്വയർ മൈനസ് 36 സ്ക്വയർ ഈസ് ഈക്വൽ ടു 20x എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അതിന് നമ്മൾ മാറ്റി എഴുതുന്നു 64 പ്ലസ് 36 ഇൻറ്റു 64 മൈനസ് 36 ഈക്വൽ ടു 20x എന്ന് കിട്ടി. നമുക്കറിയാം 64 പ്ലസ് ഇതെന്ന് പറയുന്നത് 64 പ്ലസ് 36 എന്ന് പറയുന്നത് 100 ആണെന്നറിയാം. ഇത് 64 മൈനസ് 36 എന്ന് പറയുന്നത് 28 ആണെന്നറിയാം ഈക്വൽ ടു 20x. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് 100 ഇൻറ്റു 28 എന്ന് പറയുന്നത് 2800 ആണ്. ഡിവൈഡഡ് ബൈ 20 ചെയ്യുമ്പോൾ നമുക്ക് x കിട്ടും. അങ്ങനെയാണ് 140 എന്ന ആൻസർ ഇവിടെ കിട്ടിയത്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈക്വേഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ ഒരു 90% കുട്ടികൾ വിജയിച്ചു, പരാജയപ്പെട്ട കുട്ടികൾ 240 ആയാൽ ആകെ എത്ര കുട്ടികൾ പരീക്ഷയിൽ പങ്കെടുത്തു? എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 600 ആണ്. എങ്ങനെയാണ് കിട്ടിയെന്ന് നോക്കാം. അതായത് ആകെ കുട്ടികൾ എത്രയാണ് അത് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മളതിനെ a എന്ന് വിളിച്ചു.
ഇനി വിജയിച്ചവരുടെ ശതമാനം തന്നിട്ടുണ്ട് 60%. പക്ഷെ നമുക്ക് എത്ര കുട്ടികൾ പങ്കെടുത്തു എന്നറിയണം. അപ്പോൾ തന്നിരിക്കുന്നത് പരാജയപ്പെട്ട കുട്ടികൾ 240 ആണെന്നറിയാം. അപ്പോൾ പരാജയപ്പെട്ട കുട്ടികളുടെ ശതമാനം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? വിജയിച്ചവർ 60% ആണെന്നുണ്ടെങ്കിൽ പരാജയപ്പെട്ടവർ 40%. അപ്പോൾ 40%, അതായത് എ എന്നെടുത്തത് നമ്മൾ ആകെ കുട്ടികളുടെ എണ്ണമാണ് എ എന്നെടുത്തിരുന്നത്. എ എന്നെടുത്തിരുന്നതുകൊണ്ട് പരാജയപ്പെട്ട കുട്ടികളുടെ ശതമാനം എന്ന് പറയുന്നത് 40%. അപ്പോൾ എ ഇൻറ്റു 40% ഈക്വൽ ടു നമുക്കിങ്ങനെ എഴുതാം, 214 എഴുതാം. അതായത് അത്രയും നമുക്ക് ആ ഒരു എ കണ്ടുപിടിക്കാനാണ്. ആകെ എത്ര കുട്ടികളുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇനി 40% നമുക്ക് 40/100 എന്ന് എഴുതാം. എ ഇൻറ്റു 40/100 ഈസ് ഈക്വൽ ടു 214 എഴുതാം. ഇനി അതിൽ നമ്മൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് 100 അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ 240 ഇൻറ്റു 100, പിന്നെ എ ഇൻറ്റു 40 ഈക്വൽ ടു 240 ഇൻറ്റു 100. നമുക്ക് എ കണ്ടുപിടിക്കാൻ വേണ്ടി 240 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 40 എന്ന് ചെയ്താൽ മതി. അപ്പോൾ എ എന്ന് പറയുന്നത് നമുക്ക് 600 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 രൂപയ്ക്ക് 2 നാരങ്ങ വാങ്ങിച്ച് 3 രൂപയ്ക്ക് 4 നാരങ്ങ വീതം വിൽക്കുകയാണെങ്കിൽ ലാഭശതമാനം എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അതായത് ഇവിടുത്തെ ലാഭശതമാനം 50%. എങ്ങനെയാണ് കിട്ടിയെന്ന് നോക്കാം. അതായത് വാങ്ങിയ വില എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എത്ര രൂപയ്ക്കാണ്? 1 രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിയത്. 2 എണ്ണം കിട്ടിയ 1/2 ആണ് ഒരെണ്ണത്തിന്റെ വില. ഇനി വിറ്റ വില എത്രയാണ്? നമ്മുടെ കയ്യിൽ 3 രൂപയ്ക്കാണ്. 3 രൂപയ്ക്ക് നമ്മൾ എത്ര എണ്ണം വിറ്റു? 4 എണ്ണം. അപ്പം ഒരെണ്ണത്തിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/4 ആണ്. ഇനി നമുക്ക് ലാഭമാണ് കണ്ടുപിടിക്കേണ്ടത്. ലാഭം കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണ് വിറ്റ വില മൈനസ് വാങ്ങിയ വില. വിറ്റ വിലയെന്ന് വാങ്ങിയ വില കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലാഭം എത്രയാണെന്ന് കിട്ടും. വിറ്റ വില നമുക്കറിയാം 3/4 ആണ്. വാങ്ങിയ വില എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ 3/4 മൈനസ് 1/2 ഈക്വൽ ടു 6 മൈനസ് 4 ഡിവൈഡഡ് ബൈ 8 എന്ന് കിട്ടും. അതിനെ 4 എന്ന് പറയുന്നത് 2 ആണ്. 2 ഡിവൈഡഡ് ബൈ 8 എന്ന് കിട്ടി. അതിന് നമ്മൾ ഒന്നുകൂടെ സോൾവ് ചെയ്യുമ്പോൾ 1/4. അപ്പോൾ നമുക്ക് ഇവിടെ ലാഭം എന്ന് പറയുന്നത് 1/4 കിട്ടി. നമുക്ക് ഇനി ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ലാഭശതമാനം ആയതുകൊണ്ട് ലാഭശതമാനം കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ലാഭശതമാനം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ലാഭശതമാനം ഈസ് ഈക്വൽ ടു ലാഭം ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ വാങ്ങിയ വില, അതിന്റെ ശതമാനമാണ് നമ്മൾ ഇവിടെ എഴുതുക. അപ്പോൾ നമുക്കറിയാം ലാഭം എന്ന് പറയുന്നത് 1/4 ആണ്. ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ വാങ്ങിയ വില 1/2 ആണ്. അതിന്റെ പെർസെൻറ്റേജ് നമ്മൾ കണ്ടുപിടിക്കുന്നു. 100/4 എന്ന് പറയും. ഇതിന് നമുക്ക് 1/4 ഇൻറ്റു 100 100/4 എന്ന് എഴുതാം. അപ്പോൾ 25 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 1/2. ഈ 1/2നെ നമുക്ക് ഡിനോമിനേറ്ററിലായതുകൊണ്ട് ഒന്ന് റെസിപ്രോക്കൽ, അതായത് അതിനെ തിരിച്ചിട്ടാൽ മതി. 25 ഇൻറ്റു 2/1 എന്ന് എഴുതാം. എന്ന് പറയുന്നത് 25 ഇൻറ്റു 2 ഈക്വൽ ടു 50. അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ ലാഭശതമാനം എന്ന് പറയുന്നത് 50 കിട്ടിയത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 10% കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ മനു 5000 രൂപ നിക്ഷേപിക്കുന്നു എങ്കിൽ 2 വർഷത്തിന് ശേഷം മനുവിന് എന്ത് തുക തിരികെ ലഭിക്കും? അതാണ് ക്വസ്റ്റ്യൻസ്. അതായത് ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കുക. കൂട്ടുപലിശയാണ് ഇവിടുത്തെ പലിശ. 10% പലിശ നിരക്ക്. മനു നിക്ഷേപിക്കുന്നത് 5000 രൂപയാണ്. എത്ര വർഷത്തേക്കാണെന്നുള്ള ചോദ്യം 2 വർഷത്തേക്കെന്നാണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 6050 ആണ്. എങ്ങനെ കിട്ടിയെന്ന് നോക്കാം. അതായത് ആകെയുള്ള പൈസ 5000 രൂപയാണ് മനുവിന്റെ കയ്യിൽ. അതായത് നമ്മൾ മൂലധനം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയും. അതിനെ പി എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇനി പലിശ നിരക്ക്, അവിടെ പലിശ എത്രയാണ്? ക്വസ്റ്റ്യൻ ഉള്ളതെല്ലാം ആദ്യം നമ്മൾ അതുപോലെ എഴുതണം. പലിശ നിരക്ക് എന്ന് പറയുന്നത് 10%. എത്ര വർഷത്തേക്കാണ് നിക്ഷേപിക്കുന്നതെന്ന് ചോദിച്ചാൽ 2 വർഷത്തേക്കാണ്. പിന്നെ നമുക്കിവിടെ അറിയാം കൂട്ടുപലിശയാണ്. കൂട്ടുപലിശ കണക്കാക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അതാണ് A is equal to P into 1 plus R by 100 whole raised to N എന്ന്. ഇതിൽ ഓരോന്നും നമുക്കറിയാം. P അറിയാം, R അറിയാം, N അറിയാം. സോ A is equal to പ്രിൻസിപ്പൽ എമൗണ്ട് 5000 രൂപയാണ് പ്ലസ് 1 പ്ലസ് R എന്ന് പറയുന്നത് പലിശ നിരക്ക് എന്ന് പറയുന്നത് 10% ഡിവൈഡഡ് ബൈ 100. എത്ര വർഷത്തേക്ക് എന്നുള്ളതാണ് N കണക്കാക്കുന്നത്. അത് 2 വർഷത്തേക്ക്, അതുകൊണ്ട് ഹോൾ റൈസ് ടു 2 എന്ന് എഴുതി. 5000 ഇൻറ്റു 100 പ്ലസ് 10 ഡിവൈഡഡ് ബൈ 100 എഴുതാം. അതായത് ഇവിടെ ഉള്ളതിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ, അതായത് 1 ഇൻറ്റു ഡിനോമിനേറ്ററിലുള്ള 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ന്യൂമറേറ്ററിലുള്ള 10 കൊണ്ട് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്.
100 plus 10 divided by 100 എന്ന് കിട്ടുന്നത്. ഇനി നമുക്ക് അതിനെ സോൾവ് ചെയ്യാം. അതായത് ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 100 plus 10 എന്ന് പറയുന്നത് അതിനെ സോൾവ് ചെയ്യുമ്പോൾ 11/10 എങ്ങനെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 100 plus 10 divided by 100 is equal to 100 plus 10 എന്ന് പറയുന്നത് 110 divided by 100. ഇവിടെ 0 ഉണ്ട്, ഇത് രണ്ടും വെട്ടിപ്പോവും. അപ്പോൾ നമുക്ക് 11/10 എന്ന ആൻസർ കിട്ടും. അങ്ങനെയാണ് 11/10 എന്ന് കിട്ടുന്നത്. അങ്ങനെ 11/10 എന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഹോൾ റേസ് ടു സ്ക്വയർ അവിടെ ഉള്ളതുപോലെ എഴുതി. ഇനി 11/10 എന്നതിനെ 2 പ്രാവശ്യം എഴുതാമെന്നാണ് ഹോൾ സ്ക്വയറിൻ്റെ അർത്ഥം. അപ്പോൾ 5000 into 11/10 into 11/10 ഇങ്ങനെ ചെയ്യുമ്പോൾ 2 0 ഡിനോമിനേറ്ററിലുള്ള 2 0 ഉണ്ട്. അതുകൊണ്ട് 5000 നിന്ന് 2 0 നമ്മൾ വെട്ടിക്കളയുന്നു. പിന്നെ ബാക്കിയുള്ളത് 50 into 11 into 11 എന്ന് പറയുന്നത് 121 ആണ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 6015